I am in favor of animal rights as well as human rights. That is the way of a whole human being. ഞാൻ മനുഷ്യാവകാശങ്ങൾക്കൊപ്പം മൃഗങ്ങളുടെ അവകാശങ്ങൾക്കും അനുകൂലമാണ്. അതാണ് ഒരു പൂർണ്ണ മനുഷ്യന്റെ രീതി. ശ്രുതി മധുരം SPC കണ്ണൂർ ഓൺലൈൻ റേഡിയോ. SPC തൻ മധുമൊഴികൾ ഉയിരാകും ചങ്ങാതിമാർക്കായി. ശ്രുതിമധുരത്തിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു പൂർണ്ണ മനുഷ്യൻ മൃഗങ്ങളുടെ അവകാശങ്ങളും അംഗീകരിക്കുന്നവനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് സർ അബ്രഹാം ലിങ്കൺ പറഞ്ഞതുപോലെ ഇന്നത്തെ വർത്തമാനകാലത്തിൽ ജീവജാലങ്ങൾക്കെതിരെയുള്ള ക്രൂരതകൾ കൂടി വരികയാണ്. ഇതിനെതിരെ വന്യജീവി വാരത്തോടനുബന്ധിച്ചുള്ള ശ്രുതിമധുരത്തിന്റെ ഈ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ഈ കാലയളവിൽ മനുഷ്യന്റെ കടന്നാക്രമണം മൂലം പല ജീവികൾക്കും വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വംശനാശം സംഭവിച്ച ജീവികളെ കുറിച്ച് IUCN പുറത്തിറക്കിയ റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ച് വിവരിക്കുന്നതിനായി നമ്മുടെ കൂട്ടുകാരി ശ്രീനന്ദ ശ്രീനിത് നമ്മോടൊപ്പം ചേരുന്നു. റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെയും സസ്യങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ സമാഹരിക്കുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക്. ലോകമെങ്ങും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന IUCN എന്ന സംഘടനയാണ് 1966 ആദ്യമായി വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ ഉൾപ്പെടുത്തി റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കിയത്. റെഡ് ഡാറ്റ ബുക്ക് യഥാർത്ഥത്തിൽ ഒരു പുസ്തകമല്ല, കൂട്ടിക്കെട്ടാത്ത കുറെ താളുകൾ മാത്രമാണ്. ഇടയ്ക്ക് പേജുകൾ ചേർക്കുകയും മാറുകയും ചെയ്യേണ്ടി വരുന്നതിനാലാണ് ഇത് പുസ്തക രൂപത്തിലാക്കാത്തത്. റെഡ് ഡാറ്റ ബുക്കിലെ ഓരോ പേജിലും ഒരു ജീവിവർഗത്തിന്റെയോ സസ്യത്തിന്റെയോ വിവരങ്ങളാണ് ഉണ്ടായിരിക്കുക. പേര് പോലെ തന്നെ എല്ലാ പേജും ചുവപ്പ് നിറത്തിലായിരിക്കും. റെഡ് ലിസ്റ്റിൽ ഉള്ള ഏതെങ്കിലും ഒരു ജീവി കുറെ കാലത്തിന് ശേഷം പെറ്റുപെരുകി വംശനാശ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെട്ടാൽ ഉടൻ തന്നെ ആ ജീവിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പേജിന്റെ നിറം പച്ചയാക്കി മാറ്റും. ആ ജീവി അപകടാവസ്ഥ തരണം ചെയ്തു എന്ന് സൂചിപ്പിക്കാനാണ് ഈ പേജിന്റെ നിറം പച്ചയാക്കുന്നത്. സസ്യങ്ങളെയും ജന്തുക്കളെയും റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെടുത്താറുണ്ട്. സസ്തനികളും ഉരകങ്ങളും ഉഭയജീവികളും ഔഷധ സസ്യങ്ങളും അടക്കം അനവധി ജീവികൾ ഇന്ന് വംശനാശം കാത്തുനിൽക്കുന്നവയുടെ പട്ടികയിൽ ഉൾപ്പെട്ടു കഴിഞ്ഞു. ആഗോള താപനത്തിൻ്റെതായ പുതുകാലത്തിൽ ജീവിവർഗങ്ങളുടെയെല്ലാം വംശനാശ സാധ്യത അധികരിച്ചിട്ടുണ്ട്. ലോകത്തെമ്പാടുമായി 7000 ജീവി സ്പീഷീസ് സമ്പൂർണ്ണ വംശനാശത്തിന്റെ നിഴലിലാണെന്നാണ് കണക്ക്. ഇക്കൂട്ടത്തിലുള്ള കുമിളുകൾ അഥവാ ഫംഗസുകളുടേതെന്ന് മാത്രമായ ഒരു റെഡ് ഡാറ്റ ബുക്കിന് രൂപം നൽകാൻ ഇന്ത്യൻ ശാസ്ത്രജ്ഞരും ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത്തരം ജീവികളെ സംരക്ഷിച്ചില്ലെങ്കിൽ അവ ഈ ലോകത്തു നിന്ന് നാമാവശേഷമായി പോകുന്നതാണ്. നന്ദി. നിങ്ങളിപ്പോൾ ശ്രവിച്ചത് റെഡ് ഡാറ്റ ബുക്കിനെ കുറിച്ചുള്ള വിവരണം. അവതരണം ശ്രീനന്ദ ശ്രീനിത്. എല്ലാ ജീവജാലങ്ങൾക്കുമേലുമുള്ള മനുഷ്യന്റെ ഉപദ്രവങ്ങൾക്കെതിരെ തന്റെ ശബ്ദം കൊണ്ട് എതിർത്ത് ഒരു ഇംഗ്ലീഷ് പോമിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ നമ്മുടെ കൂട്ടുകാരി മാളവിക നമ്മോടൊപ്പം ചേരുന്നു. Animals written by Walt Whitman. I think I could turn and live with animals. They are so placid and self-contained. I stand and look at them long and long. They do not sweat and whine about the condition. They do not lie awake in the dark and weep for their sins. They do not make me sick, discussing their duty to God. No one is dissatisfied. No one is demanded with the mania of owing things. No one reigns to another, nor to his kind who lived thousands of years ago. No one is respectable or unhappy over the whole earth. So they show their relation to me, and I accept them. They bring me tokens of myself. They evince them plainly in their possession. I wonder where they get those tokens. Did I pass away huge times ago and negligently drop them? Thank you. നിങ്ങളിപ്പോൾ ശ്രവിച്ചത് കവിത. ആലാപനം
മാളവിക. മനുഷ്യ മനസ്സുകളെ പിടിച്ചുലയ്ക്കുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സഹ്യന്റെ മകൻ എന്ന കവിതയുമായി നമ്മുടെ കൂട്ടുകാരി ദേവിക നമ്മോടൊപ്പം ചേരുന്നു. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ ചങ്ങാലിപ്രാവ്. ചെറുപുള്ളിച്ചിറകുള്ള ചങ്ങാലിപ്രാവേ, തലതല്ലിക്കരയുന്നതെന്തുകൊണ്ടോ, നിന്റെ തലതല്ലിക്കരയുന്നതെന്തുകൊണ്ടോ, പറയുന്നു ചങ്ങാലി ഞാനിന്നു നാടിപ്പയറിൻ മകൾക്കു കൊടുത്തുപോയി. ഉപ്പിട്ടു തിരികെ വരുമ്പോൾ വറുത്തു വയ്ക്കാൻ, തിരികെ വരും നേരമെന്തു ചൊല്ലേണ്ടു, ഉരിയപ്പയറുള്ളു ചട്ടിയിലൊട്ടാകെ, ഉരിയപ്പയർമണി കണ്ടതുള്ളൂ. പയറെന്തു ചെയ്തു നീയറു കള്ളിപ്പെണ്ണേ, പകുതിയുമില്ലല്ലോ നീ കോറിച്ചോ, നിന്റെ പല കൂട്ടുകാർക്കും നീ സൽക്കരിച്ചോ. പറയുന്നീലവളൊന്നും വറവു തീർന്നപ്പോൾ, പയറിത്ര മാത്രമേ കണ്ടതുള്ളൂ. കള്ളം പറയുന്നതല്ല ഞാൻ തെല്ലുമമ്മേ. പൊളിയാണിതെല്ലാം ഞാൻ പൊട്ടിയെന്നോർത്തോ, കലി കൊണ്ടു കൊത്തി ഞാൻ നെഞ്ചിൽ നീളെ, എൻ്റെ കലി കൊണ്ടു കൊന്നു ഞാൻ പൊന്നുമോളെ. പക തീർന്നു താനെ വറുത്തു ഞാൻ നാഴിപ്പയറുപ്പു ചേർത്തു വറുത്തപ്പോഴോ, മണിപ്പയറൂരി മാത്രമേ കണ്ടതുള്ളൂ. പഴിചാരിക്കൊത്തി ഞാൻ കൊന്നുപോയല്ലോ, പയർ വറുക്കുമ്പോൾ കുറഞ്ഞു പോമെന്നുള്ള പരമാർത്ഥമറിയാതെ പൊന്നുമോളെ. ഉരിമണിപ്പയറിന്നു കുഞ്ഞിനെ കൊന്നേൻ, ഉലകത്തിലെന്തിനു ഞാനിരിപ്പു, മേലിൽ ഉലകത്തിലെന്തിനി ഞാനിരിപ്പു, മേലിൽ ഉലകത്തിലെന്തിനി ഞാനിരിപ്പു. നിങ്ങളിപ്പോൾ ശ്രവിച്ചത് വൈലോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ ചങ്ങാലിപ്രാവ് എന്ന കവിതയാണ്. ആലാപനം ദേവിക. ജീവജാലങ്ങൾക്കെതിരെയുള്ള മനുഷ്യന്റെ ക്രൂരതകളുടെ നേർക്കാഴ്ചയായി ടി പത്മനാഭൻ രചിച്ച ഷേക്കുട്ടിയുടെ ആസ്വാദനവുമായി നമ്മുടെ കൂട്ടുകാരി ശ്രീനന്ദ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം. മലയാള സാഹിത്യത്തിൽ ടി പത്മനാഭൻ എന്നത് ഒരു പേരല്ല, പ്രകാശം പരത്തി കൊടുമുടി കയറുന്നൊരു വാക്കാണ്. ടി പത്മനാഭന്റെ കൃതികളിൽ ഇന്നും ഒരു പ്രകാശ ഗോപുരമായി നിലകൊള്ളുന്ന കൃതിയാണ് ഷേഖൂട്ടി. അദ്ദേഹത്തിൻ്റെ മറ്റെല്ലാ കഥാപാത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ കൃതിയിലെ കഥാപാത്രം ഷേഖൂട്ടി എന്ന ഒരു നായയാണ്. കഥ ആരംഭിക്കുന്നത് ഇങ്ങനെ. മരണത്തിൻ്റെ നിഴലിൽ നിസ്സഹായനായ ആ നായ 3 രാപ്പകൽ കഴിച്ചുകൂട്ടി. പുതുതായി എന്തെങ്കിലും കണ്ടാൽ അവൻ അത് തന്നെ നോക്കി അതിനെ മണത്തു നോക്കും. ആരോടെങ്കിലും വഴക്കുകൂടിയാലേ അവന് തൃപ്തിയാവുകയുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ നാം വിചാരിക്കും ഇതൊരു മനുഷ്യനാണെന്ന്. പക്ഷേ ഇത് ഷേഖൂട്ടി എന്ന ഒരു നായയുടെ കഥയാണ്. പണ്ടുള്ള ഉത്സാഹമൊന്നും അതിനിപ്പോഴില്ല. അവിടെ ഭാവനയുടെ മനോഹരമായ ഒരു തലമാണ് നൽകിയിരിക്കുന്നത്. പഴയ കനൽക്കൂട്ടയല്ല അവനിന്ന്, കത്തിയടങ്ങിയ വെറും ചാരം. ആരെയും ശ്രദ്ധിക്കാതെ പാതിയടഞ്ഞ മിഴികളുമായി ഷേഖൂട്ടി കിടക്കുന്നു. മനുഷ്യർക്കു പോലും ലഭിക്കാത്ത ഒരു വാത്സല്യ നോട്ടം ഷേഖൂട്ടിക്കു ലഭിക്കുന്നു. ചെമ്പിച്ച നിറവും സാമാന്യം വലുപ്പവുമുള്ള ശരീരത്തോടും കൂടിയവനായിരുന്നു ഷേഖൂട്ടി.
കഴുത്തിലെ പട്ടയ്ക്കടുത്ത് 2 മുറിവുകളോടുകൂടി ദയനീയാവസ്ഥയിൽ കിടക്കുന്ന ഒരു നായ. ശേഖൂട്ടിയുടെ പട്ടയുടെ കാര്യത്തിലുള്ള രസം ഒന്നു വേറെ തന്നെയായിരുന്നു. വായ തുറക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ മൂക്കിന് മുകളിലായി കൊളുത്തോടുകൂടിയ ഒരിരുമ്പിന്റെ പട്ട. എല്ലാവർക്കും അത് കൗതുകം നിറഞ്ഞ കാഴ്ചയായിരുന്നു. ശേഖൂട്ടിയുടെ കണ്ണിലെ പ്രകാശവും ശരീരരൂപവുമൊക്കെ കാണുമ്പോൾ അവന്റെ അടുത്തേക്ക് പോവാൻ ആളുകൾക്ക് പേടിയാവും. സ്വന്തം യജമാനനെ അത് അത്രയുമധികം ബഹുമാനിച്ചിരുന്നു. താൻ അത്രയും ക്ഷീണിതനായി കിടക്കുന്ന സമയത്ത് അവന്റെ യജമാനനെ വിളിക്കുന്നത് കേട്ട് അവന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്നു. പക്ഷേ അവൻ എത്ര ശ്രമിച്ചിട്ടും അവൻ എഴുന്നേൽക്കുവാൻ സാധിച്ചില്ല. പക്ഷേ ശേഖൂട്ടി കണ്ണടച്ച് ചെവിയോർത്ത് കിടന്നു. അവൻ കരുതി തൻ്റെ യജമാനനായ ദാമു തന്നെ കാണാൻ വരുന്നതായിരിക്കുമെന്ന്. ശേഖൂട്ടിയുടെ മനസ്സിൽ ആനന്ദം നിറഞ്ഞു. വരാൻ പോകുന്ന സുഖത്തിൻ്റെ സ്മരണയിൽ അവൻ മുഴുകി. പക്ഷേ അതൊക്കെ പെട്ടെന്ന് തകർന്നടിഞ്ഞു. ഒരു കഴുകൻ അവൻ്റെ നേരെ തിരിയുന്നു. പക്ഷേ ഭാഗ്യവശാൽ ശേഖൂട്ടി രക്ഷപ്പെട്ടു. അവന് തൻ്റെ അയൽക്കാരിയായ റോസിയെ ഓർമ്മ വന്നു. അന്ന് ജീവിതത്തിൽ ആദ്യമായി ശേഖൂട്ടി കരഞ്ഞു. പക്ഷേ അവൻ്റെ ഗദ്ഗതം കേൾക്കാൻ ആരുമുണ്ടായില്ല. അവൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ അവിടെ റോസിയും ഉണ്ടായിരുന്നില്ല. നെറ്റിയിൽ തലോടി സമാശ്വാസിപ്പിക്കാൻ അവൻ്റെ യജമാനനും ഉണ്ടായില്ല. അവൻ ഒരു പരാജിതനാണ്. അവന് തൻ്റെ യജമാനന്റെയും തൻ്റെ പ്രിയ കൂട്ടുകാരിയുടെ കണ്ടുമുട്ടലിനെ കുറിച്ചും ഓർമ്മ വന്നു. അവൻ തൻ്റെ ബാല്യകാല സ്മരണകളിൽ മുഴുകുന്നു. ശേഖൂട്ടി ഒരേ സമയം പലർക്ക് ഉപകാരിയും ഉപദ്രവകാരിയുമായിരുന്നു. അവനെ പലർക്കും ഒരു ശല്യമായി തോന്നുവാൻ തുടങ്ങി. അവസാനം തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം സഹിച്ച ശേഖൂട്ടിയുടെ അടുക്കൽ അവൻ്റെ യജമാനനായ ദാമു എത്തുന്നു. അത് ശേഖൂട്ടിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം പകരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളിപ്പോൾ ശ്രവിച്ചത് ശേഖൂട്ടി എന്ന കഥയുടെ ആസ്വാദനമാണ്. അവതരണം ശ്രീനന്ദ പി. നാം ഓരോരുത്തരും ആത്മകഥകൾ വായിച്ചിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരും ആയിരിക്കും. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളാണ് അവൻ ആത്മകഥയാക്കുന്നത്. എന്നാൽ ഒരു മൃഗത്തിന്റെ ആത്മകഥ എങ്ങനെയായിരിക്കും? കേരളീയതയുടെ പ്രതീകവും കരിമ്പാറകളുടെ കരുത്തുമുള്ള ഗജകേസരികളുടെ ജീവിത കഥനം അവതരിപ്പിക്കാൻ നമ്മുടെ കൂട്ടുകാരൻ ശ്യാം നിവേദ് നമ്മോടൊപ്പം ചേരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ഒരു ആനയാണ്. അല്പസമയം നിങ്ങൾ കാതോർക്കുമെങ്കിൽ ഞാൻ എൻ്റെ ആത്മകഥ നിങ്ങളോട് പറയാം. ഞാൻ വളരെ വർഷങ്ങളായി ഒരു തടിമില്ലിലാണ് ജോലി ചെയ്യുന്നത്. രാവന്തിയോളം എന്നെ പണിയെടുപ്പിക്കും. ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പൊരിഞ്ഞ പണിയാണ് എനിക്കുള്ളത്. അല്പം എന്തെങ്കിലും ഭക്ഷണം തരും എന്നല്ലാതെ സമയത്തിന് വെള്ളമോ സമയത്തിന് വിശ്രമമോ എനിക്കില്ല. പകലന്തിയോളം പണി ചെയ്യുവാൻ വിധിക്കപ്പെട്ട ഒരു പാവം ആന. അമ്പലങ്ങളിലും പൂരപ്പറമ്പുകളിലും നിങ്ങൾ എന്നെ കണ്ടിരിക്കും. വർണ്ണപ്പകിട്ടേറിയ ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് എൻ്റെ മുകളിൽ ആൾക്കാർ നിന്ന് കുടമാറ്റം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ അതിനെ ആസ്വദിച്ചിരിക്കാം. പക്ഷേ ആ സമയത്തും എൻ്റെ മനസ്സിൽ പച്ചപ്പ് നിറഞ്ഞ കാടാണ്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്, മക്കളാണ്. എനിക്ക് വിയർപ്പ് ഗ്രന്ഥികൾ ഇല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അതിനാൽ വേനൽക്കാലത്ത് ചുട്ടുപൊള്ളുന്ന വെയിലിൽ അരുവിയിൽ കിടന്ന് കുളിക്കാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട്. പൊരിവെയിലത്ത് നിങ്ങൾ എന്നെ പൂരപ്പറമ്പിൽ നിർത്തുന്ന സമയത്ത് എത്രമാത്രം ദാഹിച്ചു വലഞ്ഞു എന്ന് നിങ്ങൾ അറിയുന്നില്ല. കാടിൻ്റെ ഉള്ളിൽ സ്വതന്ത്രരായി പച്ചപ്പ് കണ്ട് പച്ചപ്പിൽ ജീവിച്ച് യഥേഷ്ടം ഉല്ലസിച്ചു നടക്കാനുള്ള സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ഹനിച്ചിരിക്കുന്നത്. നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക. ഏതെങ്കിലും ദൈവത്തിന് ആനയെ ഇങ്ങനെ ഉപദ്രവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാകുമോ? ഏതെങ്കിലും ദൈവത്തിന് ആനയുടെ പുറത്തിരുന്ന് എഴുന്നള്ളണം എന്ന് ആഗ്രഹം ഉണ്ടാകുമോ? പൂരപ്പറമ്പിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ ചുറ്റും അലോസരമുണ്ടാക്കുന്ന വാദ്യങ്ങളുടെ ഇടയ്ക്ക് ഒരു അടിമയെപ്പോലെ ഞാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണ് എന്തുകൊണ്ടാണ് തുറക്കാത്തത്? നിങ്ങളുടെ അകക്കണ്ണ് തുറന്നുകൊണ്ട് നിങ്ങൾ എന്നെ നോക്കുക.
എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എത്ര വേദന നിങ്ങൾക്കുണ്ടാകും. ജീവിതകാലം മുഴുവൻ അടിമയായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരാന കാട്ടിൽ സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് സ്വാർത്ഥരായ മനുഷ്യരുടെ ഇടയിൽ വന്ന് നരകിക്കാൻ വിധിച്ച ഒരാന പകലന്തിയോളം ഒരു പിടി ഭക്ഷണത്തിനായി മനുഷ്യരുടെ ശാസനവും ചീത്തവിളിയും അവരുടെ ക്രൂരപീഡനവും ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു ഗതികേടിനെ പറ്റി നിങ്ങൾ ഒരിക്കലും ആലോചിച്ചിരിക്കില്ല, ആലോചിക്കാൻ സാധ്യതയില്ല. ബന്ധനസ്ഥനായിട്ടുള്ള ഒരു ജീവിക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുകയുള്ളൂ. സ്വതന്ത്രരായി നടക്കുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാവുകയില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിനായി നാട്ടിലിറങ്ങുന്ന സമയത്ത് പടക്കം വെച്ച് എൻ്റെ വായ പൊട്ടിക്കുന്ന നിർധരരായ മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. തടിമില്ലിൽ പണിയെടുക്കുന്ന ഞങ്ങളെ നിങ്ങൾ സ്വതന്ത്രരാക്കി കാട്ടിൽ വിടുക. ദയവു ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. വളരെ ശാന്തപ്രകൃതരായിട്ടുള്ള ജീവികളാണ് ഞങ്ങൾ. ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയെ ഒരിക്കലും നിങ്ങൾ മുതലെടുക്കരുത്. ഞങ്ങളെ സമാധാനമായിട്ട് കാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കുക. സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ സമ്മതിക്കുക. എൻ്റെ ജീവിതമോ പോയി. മരണം വരെ ഈ തടിമിലിൽ ജോലി ചെയ്ത് ജീവിക്കാനാണ് എൻ്റെ വിധി. ഇവിടെ തന്നെ ഒരു ദിവസം ഞാൻ തളർന്നു വീഴും. ഇവിടെ തന്നെ ഒരു ദിവസം മരിച്ചു വീഴും. ആരും കരയാനില്ലാതെ, ആരും സ്നേഹിക്കാനില്ലാതെ സ്വന്തം ജീവിതം ബാക്കിയുള്ളവർക്ക് ബലി കഴിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാവം ആന. ഈ ആനയുടെ കണ്ണുനീർ എന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഒരു കണ്ണുനീരായി, ഒരു ദുഃഖബിന്ദുവായി ഈ ആന. നിങ്ങളിപ്പോൾ ശ്രവിച്ചത് ആനയുടെ ആത്മകഥ. അവതരണം ശ്യാം നിവേദ്. വ്യത്യസ്തതയാർന്ന മൃഗങ്ങളുടെ ശബ്ദ അനുകരണവുമായി നമ്മുടെ കൂട്ടുകാരൻ അഭിനന്ദ് നമ്മോടൊപ്പം ചേരുന്നു. അടുത്ത വീട്ടിലെ കോഴി പുലർച്ച 5:30 മണിയാകുമ്പോഴേക്കും കൂകി ഞങ്ങളെയൊക്കെ ഉണർത്തുക പതിവായിരുന്നു. ഇത് കേട്ടുണർന്ന ഞാൻ പിന്നീട് പ്രഭാതകൃത്യങ്ങൾ ചെയ്ത് ഓടാൻ പോകുക പതിവായിരുന്നു. കൂട്ടിന് എൻ്റെ വീട്ടിലെ പട്ടിയുമുണ്ട്. കുറച്ചു സമയം ഓടിയപ്പോഴേക്കും വഴിയിൽ ഒറ്റൊരു തെരുവ് നായയെ കണ്ടു. പിന്നീട് തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് അടുത്തുള്ള തോട്ടിലേക്ക് പോയി. പലതരം പക്ഷികൾ ഉണ്ടവിടെ. ഇതൊക്കെ കഴിഞ്ഞ് പതിയെ വീട്ടിലെത്തി. ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും മുമ്പിലെ കണ്ടത്തിലെ കൂടെ ഒരു പന്നി വീഴുന്ന ശബ്ദം കേട്ടിരുന്നു.
നിങ്ങളിപ്പോൾ ശ്രവിച്ച മിമിക്രി അവതരിപ്പിച്ചത് അഭിനന്ദ്. അടുത്തതായി പ്രിയഗീതത്തിൽ ഒരു മനോഹര ഗാനം ആലപിക്കാനായി അമ്മക്കൂട്ടം പ്രതിനിധി ശ്രീമതി നിത്യ സത്യൻ നമ്മോടൊപ്പം ചേരുന്നു. ചിലങ്കി നിന്റെ താളം രാസലാസ്യ താളം ചിലങ്കി നിന്റെ താളം രാസലാസ്യ താളം ചിലങ്കി നിന്റെ താളം സനിധ നിധപ സനിധ നിധപ ഗമ പഗമ പദമ പദമ പദ പദ നിധ 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 സ ഏകാന്തരാത്രിയിൽ കാമദേവൻ വരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ. ഏകാന്തരാത്രിയിൽ കാമദേവൻ വരും എന്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ. ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ, ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ. കൊഞ്ചും കുളിരിയ ചന്ദനലതയ ആയിരം ജതികൾ തൻ സ്വരമായി ഉണരുമിധും ചിലങ്കി നിന്റെ താളം. സനിപ ഗമപ സനിപ ഗമപ സനിപ സനിപ ഗമപ സനി സനിപ പധ ധനി നീ നിസാ സനി സമ ഗമ പമ പദ പദ നിധ ധനി സനി സാ ധനി സനി സാ ധനി സ നീല നേത്രങ്ങള നിത്യദാഹങ്ങള നിന്നെ ഞാൻ തിരയും ചന്ദ്രതീർത്ഥങ്ങളിൽ. നീല നേത്രങ്ങള നിത്യദാഹങ്ങള നിന്നെ ഞാൻ തിരയും ചന്ദ്രതീർത്ഥങ്ങളിൽ. എൻ വികാരം വളർത്തും മണിനാഗത്തിൻ, എൻ വികാരം വളർത്തും മണിനാഗത്തിൻ. നഗ്നശിരസ് നർത്തനമാടും ആയിരം നഖങ്ങളെ കൊത്തിയുണർത്തുമിധും ചിലങ്കി നിന്റെ താളം രാസലാസ്യ താളം ചിലങ്കി നിന്റെ താളം. ചിലങ്കി നിന്റെ താളം താളം. നിങ്ങളിപ്പോൾ ശ്രവിച്ച മനോഹരമായ ഗാനം ആലപിച്ചത് അമ്മക്കൂട്ടം പ്രതിനിധി നിത്യ സത്യൻ. സഹജീവി സ്നേഹവും മറ്റു ജീവികളോടുള്ള കരുണയും ഒരു സമൂഹജീവി എന്ന നിലയിൽ മനുഷ്യന്റെ അടിസ്ഥാന ഘടകമാണ്. ആമസോണിൽ കത്തിയിരിഞ്ഞതും മനുഷ്യജീവൻ കൊന്നൊടുക്കിയതുമായ ജീവജാലങ്ങളുടെ ജീവനുകൾക്ക് മുമ്പിൽ ഇന്നത്തെ ശ്രുതിമധുരം സമർപ്പിക്കുന്നു. ഇന്നത്തെ ശ്രുതിമധുരം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് നോഡൽ ഓഫീസർ വിജയൻ സർ, അഡീഷണൽ നോഡൽ ഓഫീസർ ഷാഫി സർ, കണ്ണൂർ ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ശ്രീ രാജേഷ് സർ ആൻഡ് ശ്രീ തമ്പാൻ സർ, പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്രീ ജയദേവൻ സർ ആൻഡ് ശ്രീ ശ്രീജയ് സർ, ACPO ശ്രീമതി ആര്യ ടീച്ചർ, all CPOs and ACPOs, senior leaders, പൈനൽ ടീം അംഗങ്ങൾ വിഷ്ണു, ആകാശ്. ടീം അംഗങ്ങൾ ശ്രീഹരി, ധനുഷ്, ശ്രീനന്ദ ശ്രീനിത്, ദേവിക, നിത്യ സത്യൻ, അഭിനന്ദ്, ശ്രീനന്ദ PV, ശ്യാം നിവേദ്, മാളവിക. ശ്രുതി മധുരം SPC കണ്ണൂർ ഓൺലൈൻ റേഡിയോ.
എസ് പി തൻ മധുമൊഴികൾ ഉയിരാകും ചങ്ങാതിമാർക്കായി.